ഹലോ. അപ്പോൾ എന്തായാലും സ്കൂളൊക്കെ തുറക്കാനുള്ള ടൈമായി. അപ്പോൾ നമ്മൾ സാറിനെ ജോയിൻ ചെയ്ത് വീഡിയോ കാര്യങ്ങളൊക്കെ ഇട്ടായിരുന്നല്ലോ. അപ്പോൾ എന്തായാലും സാറിന് നമ്മൾ കുറേ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ സ്കൂളിലേക്ക് അത്യാവശ്യം സാധനങ്ങൾ ആവശ്യമുണ്ട്. അപ്പോൾ ഇതാ സാറിൻ്റെ സാധനങ്ങളുടെ ഒക്കെ ഒരു അൺബോക്സിങ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ എന്തൊക്കെ വാങ്ങിച്ചെന്നുള്ള നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും ഫസ്റ്റ് ബാഗിൽ നിന്ന് തന്നെ തുടങ്ങാം. ബാഗ് ഞങ്ങൾ ഇന്നലെ വാങ്ങിച്ചു കേട്ടോ. ബാഗ് ഫസ്റ്റ് ഇന്നലെ പോയപ്പം ഒരു കടയിൽ കണ്ടപ്പോൾ വാങ്ങിച്ചു. അപ്പോൾ ഇതാ ബാഗ് ഇതാണ്. ബ്രാൻഡ് ബാഗ് കറക്റ്റ് നല്ല ക്യൂട്ടായിട്ടുള്ള കുഞ്ഞി ബാഗാണ്. അവന്റെ സൈസിന് പറ്റിയ ബാഗാണ്. 3 കള്ളിയൊക്കെ ഉണ്ട്. അത്യാവശ്യം സ്പേസ് ഉള്ള നല്ലൊരു ബാഗാണ് വാങ്ങിച്ചിട്ടുള്ളത്. എന്താ പിന്നെ വാങ്ങിച്ചുള്ള സാധനങ്ങളാണ് ഗേസ്. ഇപ്പൊ ഒരു പിള്ളേർ സ്കൂളിൽ ഇവിടെ എന്താ ചെലവല്ലേ, ബോക്സ് മാത്രമല്ല, ബോക്സിന്റെ ഉള്ളിൽ അവന് വേണ്ട കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. അവർക്ക് പേനയൊന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ പെൻസിലും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ വാങ്ങിച്ചിട്ടുള്ളത് ടിഫിൻ ഐറ്റംസ് ആണ്. ടിഫിൻ ഐറ്റംസ് ഇതിങ്ങനെ ഓഫറിൽ കിട്ടിയപ്പം അതങ്ങനെ ഓഫറിൽ വാങ്ങിച്ചാണ്. ഇതേക്കണം 3-4 കളറൊക്കെ അവൈലബിൾ ആണ്. ഇതിലൊക്കെ ഒരു ചെറിയ പാത്രം കിട്ടും. പിന്നെ വാട്ടർ ബോട്ടിലുണ്ട്. അത് അത്യാവശ്യം വലിയൊരു വാട്ടർ ബോട്ടിലുണ്ട്. വാട്ടർ ബോട്ടിൽ ബാഗിൽ കൊടുക്കില്ല. ചിലപ്പോൾ ഞങ്ങൾ വാട്ടർ ബോട്ടിൽ വേറെ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ലഞ്ച് ബോക്സ് പ്ലാസ്റ്റിക് അല്ല. ചിലർ പറയും പ്ലാസ്റ്റിക് കൊടുക്കാൻ പറ്റും. പ്ലാസ്റ്റിക് അല്ല, ഉള്ളിൽ സ്റ്റീലാണ്, പ്യുവർ സ്റ്റീലാണ്. ഉണ്ടാവും ഇങ്ങനെ വരുന്ന സ്റ്റീലാണ്. അപ്പോൾ ഞാൻ പ്ലാസ്റ്റിക് വാങ്ങാൻ പാടില്ല. ശരിയാണ്, സംഭവം വാങ്ങാൻ പാടില്ല. പിന്നെ എന്താ വാങ്ങിച്ചത്? പിന്നെ ഇതാ സ്ലേറ്റ് ജസ്റ്റ് ഇവിടെ ഇങ്ങനെ ഒരു നമ്പേഴ്സൊക്കെ ഉള്ളത് സാധാ ഒരു സ്ലേറ്റ് വാങ്ങിച്ചു. പിന്നെ ഇവർക്ക് ക്രയോൺസ് നല്ല ആവശ്യം വരും. അപ്പോൾ ക്രയോൺസിൻ്റെ ഒരു ബോക്സ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ സ്ലേറ്റിൽ യൂസ് ചെയ്യണ പെൻസിൽ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ എന്താ വെച്ചത്? അതിൻ്റെ ഇത്രയും സാധനങ്ങളാണ് ഇപ്പം നിലവിൽ വാങ്ങിച്ചില്ല. പിന്നെ ഒരു സാധനം വാങ്ങിച്ചില്ല, സാനിന് സ്റ്റഡി ടേബിൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഓൾറെഡി അവൻ്റെ സ്റ്റഡി ടേബിൾ ഉണ്ട്. പക്ഷെ അത് ഞാൻ റൂമിലേക്ക് വെക്കാൻ പറ്റില്ല. അത് കുറച്ച് വലുതാണത്. അപ്പം അത് അവൻ്റെ ബുക്സും കാര്യങ്ങളൊക്കെ ഒന്ന് ടേബിളായിട്ട് അവന് പഠിക്കാൻ വേണ്ടിയിട്ട് എഴുതാനൊക്കെ വേണ്ടിയിട്ട് ഞങ്ങളൊരു ടേബിൾ, ഒരു ചെറിയൊരു ടേബിൾ, നമ്മുടെ ലാപ്ടോപ്പിൻ്റെ ടേബിളാണ് ശരിക്കും. അത് ഞങ്ങൾ അവന് വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാകുമ്പോൾ അവർക്ക് റൈറ്റിങ്ങിനൊക്കെ നല്ല രീതിയിൽ എഴുതാനും കാര്യങ്ങൾക്കൊക്കെ പറ്റും. ഇല്ല സേന, എന്താ ഇത്? അവനൊരു കിൻഡർ ജോയ് വാങ്ങിച്ചു. അപ്പോൾ അത് ഒക്കെ ഇവിടെ പറിച്ചിട്ടു. ഇതെല്ലാം ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടിട്ടു. കുറേ അവിടെ ഇവിടെയൊക്കെ തട്ടിയിട്ടിട്ട് കിടക്കാണ്. അപ്പോൾ ഇത്ര സാധനങ്ങളാണ് വാങ്ങിച്ച സാധനങ്ങളെന്ന് തോന്നുമെങ്കിലും ഇവർക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഇപ്പോൾ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ ബാഗും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. സംഭവം നമ്മൾ പിള്ളേർ സ്കൂളിൽ ചേർക്കുമ്പോഴേക്കും അവിടെ പരിപ്പുള്ളത് കേസ്. അപ്പോൾ എന്തായാലും കൊള്ളാം. ഞങ്ങളുടെ പിള്ളേർക്ക് സ്കൂളിലുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടാവുന്ന വിചാരിച്ചു. ഇത്രയേ ഉള്ളൂ സാധനങ്ങൾ. സേന ഹാപ്പി, ഞങ്ങൾ ഹാപ്പി. ഞങ്ങൾ ഹാപ്പി എന്ന് വെച്ചാൽ ഞങ്ങൾ റിലീഫായി. എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. എന്തൊക്കെ സാധനം വാങ്ങണം, എന്ത് വാങ്ങണം, എങ്ങനെ വാങ്ങണം ഒന്നും അറിയില്ല. കാരണം പുതിയ അച്ഛനമ്മയാണല്ലോ. ഇപ്പം അത് പറയുമ്പോൾ ചിലപ്പോൾ എല്ലാവരും ഇങ്ങനെ തന്നെയാണെന്ന്. പക്ഷേ ഞങ്ങൾക്ക് ഭയങ്കര, ഞങ്ങളെ സംബന്ധിച്ചിട്ട് ഈ കാര്യം കൂടെ ഭയങ്കര വലിയ കാര്യമായിരുന്നു. എന്താ വെച്ചാൽ എന്ത് വാങ്ങണം, എങ്ങനെ വാങ്ങണം ഒന്നും അറിയില്ലായിരുന്നു. ഇപ്പം ഞങ്ങൾക്ക് സമാധാനം. ഇനിയിപ്പം നേരെ സ്കൂളിൽ കൊണ്ട് വിട്ടാൽ മതിയല്ലോ. അഡ്മിഷന് മുന്നേ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് പ്രോബ്ലം. ഇപ്പം നമ്മൾ ചേർത്തിരിക്കുന്നത് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ അടുത്ത് തന്നെയുള്ളൊരു സ്കൂളിലാണ്. കുറച്ച് കഴിഞ്ഞിട്ട് അവനെ ദൂരേക്ക് വിടാന്ന്, കുറച്ച് മാറ്റി ചേർക്കാമെന്ന് വിചാരിച്ചാണ്. കാരണം ഇപ്പം അവനെ പെട്ടെന്ന് ഞങ്ങൾക്കൊന്ന് ദൂരേക്ക് വിടാൻ ഒരു പേടി കൊണ്ട് അടുത്തുള്ള ഒരു സ്കൂളിലാണ് എന്നെ ചേർത്തേക്കുന്നത്. പിന്നെ ബാക്കി സാധനങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. സാറിന് നേരെ സ്കൂളിലേക്ക് അത് പോയാൽ മതി. സോ അപ്പം നിങ്ങൾക്കത് കാണുമ്പോൾ ചെറിയ കാര്യമായിട്ട് തോന്നും. പക്ഷെ ഞങ്ങൾക്കത് വലിയ കാര്യമാണ്. സോ അപ്പം എന്തെങ്കിലും ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇനി സാനിൻ്റെ സ്കൂൾ കാര്യങ്ങളും മോർ അപ്ഡേഷൻസ് കാര്യങ്ങളും ഒക്കെ ഞാൻ ഇനി എന്തായാലും യൂട്യൂബിൽ എല്ലാം അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ടാറ്റാ, ബൈ.